ഇതിപ്പോ 2 കൈയും പൊക്കി. ഇന്നലെ 2 കൈയും പൊക്കണതിന്റെ വിഷമമൊക്കെ കാണിച്ചിരുന്നില്ല. മുടി കെട്ടാൻ പറ്റൂലായിരുന്നു എന്നാ പറഞ്ഞ ജമീല. ഈ കൈ തീരെ പൊന്തിയായിരുന്നില്ല. ഇന്നിപ്പോ മുടി കെട്ടാനല്ല, അഴയെന്ന് തുണി എടുക്കാൻ പറ്റും അല്ലേ? പറ്റും. കൈ ഒന്ന് നോക്കി നോക്കിയേ. ജമീല ശരിയായി. ഇനി കൈ ഒന്ന് താത്തിട്ട് മുടി ഒന്ന് കെട്ടി നോക്കി. നടന്നുകൂടി നോക്കി. വടി കുത്തിയല്ലേ നടന്നേ? ഇപ്പൊ വടിയില്ലാതെ നടക്കാൻ പറ്റുള്ളൂ. നോക്ക്. ജമീല കൈ ഇങ്ങനെ ഇരിക്കുള്ളൂ എന്നാ ഇവര് പറയണത്. ഇവിടുന്ന് നീ വരില്ല. ഇവിടെ നീരാണ്, ഇവിടുന്ന് നീരില്ല. റൂമിന്റെ അടുത്ത് ചോവ ഇങ്ങനെ അപ്പൊ കൈ ഇങ്ങനെ മടങ്ങിയിരിക്കുള്ളൂ. ഇതിൽ തീരെ നിവർന്നായിരുന്നില്ല. അത് മാത്രല്ല, ഇവിടെ നല്ല കടച്ചിലുണ്ടായിരുന്നു. അപ്പൊ അത് പോയത്. ദിവസം വടിയുമല്ലേ നടന്നേ? ആ വടി പിടിച്ചേ. വടി ഇനി കളഞ്ഞിട്ട് ഇനി മര്യാദക്ക് ഇങ്ങനെ നടന്നു പോയി. സിന്ദാബാദ് വിളിച്ചോ വടി. ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞ കൈ പൊക്കാൻ പറ്റായ, കൈക്ക് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സംഭവമായിട്ട് പറയുന്ന സംഭവമാണ്. ഈ 2 താത്താമാരും, ഒന്ന് ആരിഫ താത്ത, എനിക്ക് പരിചയമുള്ളതാണ്. എൻ്റെ ചെറുപ്പത്തിലേ മുതലേ നല്ല പരിചയമുള്ളതാണ്. രണ്ടാമത്തേത് ജമീല. 2 പേർക്കും കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു. 2 പേരുടെ ഏത് കൈ പൊക്കാൻ പറ്റില്ലാതിരുന്നത്? ആ കൈ ഇടത്തേക്ക്. 2 പേരുടെയും കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ എന്തോരം പൊക്കും? ഫുള്ള് പൊങ്ങും. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ മിനിറ്റ് കൊണ്ട് അല്ലേ? 2 കൈയും പൊക്കി. 2 കൈയും പൊക്കാൻ പറഞ്ഞപ്പോൾ 1 കൈയും അവരുണ്ട്. ഇതിപ്പോ 2 കൈയും പൊക്കി. ഇന്നലെ 2 കൈയും പൊക്കണതിന്റെ വിഷമമൊക്കെ കാണിച്ചിരുന്നിരുന്നു. മുടി കെട്ടാൻ പറ്റൂലായിരുന്നു എന്നാ പറഞ്ഞ ജമീല. ഇന്നിപ്പോ മുടി കെട്ടാനല്ല, അഴയെന്ന് തുണി എടുക്കാൻ പറ്റും അല്ലേ? എടുക്കാൻ പറ്റും. എന്തായിരുന്നു? എത്ര നാളായിട്ടുണ്ടായിരുന്നു? ഇതെനിക്ക് 6 കൊല്ലം തുടങ്ങിയിട്ട്. എന്താ പറയാ, എല്ലിനാമെന്നാ പറയണത് ഡോക്ടർമാർ. മാറൂല എന്നാ പറഞ്ഞത്. അതെല്ലാം അതെ. എല്ല് തേഞ്ഞു പോയി കഴിഞ്ഞാൽ മാറൂല. കാരണം അങ്ങനെ പറഞ്ഞ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ പറയാ എല്ല് തേഞ്ഞു പോയതാ, ഇനി മാറൂല. കാരണം മാറൂലാത്തതിനൊക്കെ എന്തെങ്കിലും ഒരു ലേബിൾ വേണമല്ലോ, സർട്ടിഫിക്കറ്റ് വേണം. അതിനാണ് എല്ല് തേഞ്ഞാൽ മാറൂല എന്ന് പറയുന്നത്. അപ്പൊ എല്ല് തേഞ്ഞത് മാറൂല എന്ന് പറഞ്ഞത് ഇന്നലെ എത്ര സമയം കൊണ്ടാണ് നമ്മൾ മാറ്റി കാണിച്ചത്? 10 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. ആ സമയം കൊണ്ട് എനിക്ക് മാറി. ഓക്കെ, 10 മിനിറ്റിനുള്ളിൽ മാറിയെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ 10 മിനിറ്റ് ഒന്നും എടുത്തില്ല. അവിടെ 1 മിനിറ്റ്. ആ 1 മിനിറ്റിനുള്ളിൽ തന്നെ കൈ പൊക്കി കാണിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ ആരിഫത്ത. ഇങ്ങനെ എത്ര നാളായിട്ടുള്ള? 2 മാസമേ തുടങ്ങിയിട്ട്. ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. കൈ പൊങ്ങൂലെന്ന് പറഞ്ഞ കൈ ഇപ്പൊ പൊങ്ങുണ്ട്. അങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിച്ചായിരുന്നു. എന്തിനാ? വേദനക്ക് കഴിച്ചായിരുന്നു. എന്നിട്ട് വേദന എങ്ങനെ ഉണ്ടായി? ഒരു കുറവുണ്ടായിരുന്നില്ല. കടച്ചൽ കൂടിയായിരുന്നാണ് എനിക്ക് ദിവസം ചെല്ലും തോറും. അതിങ്ങണ്ട് നെഞ്ഞത്തൊക്കെ എടുത്തായിരുന്നു. ഈ ഭാഗത്തൊന്നും ഇണങ്ങാൻ പറ്റില്ല. ഈ കൈയോടെ ഒന്നും പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്നലെ മുതൽക്ക് എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ബാഗായാലും മറ്റുള്ള കാര്യങ്ങളായാലും പിടിക്കാൻ പറ്റുന്നുണ്ട്, തൂക്കി പിടിക്കാനും പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ടൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഇതിന് നട്ടെല്ലിൻ്റെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് കാലിൻ്റെ മുട്ടിൻ്റെ പ്രശ്നങ്ങളും ഈ വേദനകളൊക്കെ ഉണ്ടായിരുന്നത്. അതിനും എന്താ പറയാ, ഇല്ലാന്ന് തന്നെ പറയാ. തീർത്തും നല്ല എന്നാ പിടിച്ച് നടത്തിച്ചതിൽ എനിക്ക് നന്നായി മാറിയിട്ടുണ്ട്. ഒരുപാട് രോഗങ്ങളായിട്ട് എനിക്ക് കൂടുതൽ ഞാൻ അപ്പം വന്നത് ശ്വാസം മുട്ട് പെട്ടെന്നുണ്ടായതാ. അത് നല്ല നെഞ്ഞിടിക്കുക, കിതപ്പ്, തീരെ നടക്കാനും എണിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കൂടുതലായിട്ട് ഞാൻ ഇവിടെ വന്നത്. അത് വന്ന പിറ്റേതാ മുതൽക്ക് തന്നെ എനിക്ക് മാറ്റമുണ്ട്. പിന്നെ അത് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് ശ്വാസം മുട്ടും കിതപ്പ് വരുന്നു, ഭയങ്കര കിതപ്പായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റില്ല. അതൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്.